കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ കെട്ടിടത്തിനുള്ളിൽ ആരും അകപ്പെട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയോട് പറഞ്ഞത്. 10ാം വാർഡിലെ രോഗികളായിരിക്കാം ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നതെന്നും സൂപ്രണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട് ഞാനാണ് പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ആണ് ചേരുന്നത്. ഗോകുൽ, ഇന്നുണ്ടായ ഈ ഒരു സംഭവത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം, വിമർശനങ്ങളെല്ലാം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കുന്നു എന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ വാക്കുകളിൽ ഇതിൽ മാത്രം ഒതുങ്ങുമോ ഈ കാര്യങ്ങൾ? പ്രതിഷേധങ്ങൾ അതുപോലെ തന്നെ നടക്കുകയില്ലേ? സ്വാതി, അതായത് ഈ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നത് രണ്ട് മന്ത്രിമാർ നടത്തിയിട്ടുള്ള ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങളാണ്. അതായത് കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ അകപ്പെട്ടിട്ടില്ല, രണ്ടുപേർക്ക് മാത്രമേ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള പ്രതികരണമാണ്. പിന്നീട് അതിനുശേഷം ഈ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയതോടു കൂടിയിട്ടാണ് പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്താനായിട്ട് തുടങ്ങിയത്. പക്ഷേ ആ മന്ത്രിമാരുടെ ആ പ്രതികരണത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ടും അതോടൊപ്പം തന്നെ DME അടക്കമുള്ള ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ആശുപത്രിയിലേക്ക് മന്ത്രിമാർ എത്തിയപ്പോൾ അവരോട് ഈ പ്രാഥമികമായിട്ട് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള വിവരം ധരിപ്പിച്ചത് തങ്ങളാണ്. തങ്ങളുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ 2012 ഈ കെട്ടിടം ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നതാണ് വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം ഈ കെട്ടിടം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിരുന്നു കുറേ നാളുകൾ എന്ന് ഈ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അത് കാലങ്ങൾ നീണ്ടുപോയി. 2024 കഴിഞ്ഞ വർഷമാണ് ആ പഠനത്തിൻ്റെ ഒരു പൂർത്തീകരണ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായത്. അതായത് ഈ കെട്ടിടം ഇനി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല, അത് പൂർണ്ണമായിട്ടും പൊളിച്ചു നീക്കുകയല്ലാതെ മറ്റൊരു ഉപാധിയില്ല, അതിന് പകരം പുതിയ കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള രീതിയിലേക്കൊരു റിപ്പോർട്ട് തനിക്ക് ലഭിക്കുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നിർദ്ദേശത്തെയൊക്കെ തുടർന്നാണ് പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അവരെ അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ അടുത്ത മാസത്തോടു കൂടി ആരംഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. ആ കെട്ടിടത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എക്യുപ്മെൻറ്റ്സ് കൂടി വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ഈ തകർന്നു വീണ കെട്ടിടം ഉൾപ്പെടുന്ന ബ്ലോക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ഇരിക്കുന്നതിനിടെയാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം വരുന്നത് ഈ 2012 ഈ വിവരം ഈ കെട്ടിടത്തിന് ദൗർബല്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും കഴിഞ്ഞ 13 വർഷങ്ങളായിട്ട് അതിന്മേൽ പഠനം നടത്തുന്നതല്ലാതെ അവിടെ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടെ രോഗികളെ പാർപ്പിക്കാതിരിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതിനെയാണ് കൃത്യമായിട്ട് നമുക്ക് വീഴ്ചയെന്ന് എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, ഈ രക്ഷാപ്രവർത്തനം വൈകിയതിൽ ശരി ഗോകുൽ, കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ കെട്ടിടത്തിനുള്ളിൽ ആരും അകപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാണെന്നാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറയുന്നത്. ആ വിവരങ്ങളാണ് ഗോകുൽ നൽകിയത്.